പരസ്ത്രീ ബന്ധത്തിന്റെ പേരിൽ മറ്റൊരാളുടെ ഭർത്താവ്, ബിജു രാധാകൃഷ്ണൻ നല്ലത് തിരുവനന്തപുരത്തുള്ള മറ്റൊരു വീട്ടമ്മയുടെ ഭർത്താവാണ് വന്നിടിച്ചത്. അത്തരം മർദ്ദന മുറകൾ ഏറ്റുവാങ്ങിയ അന്നേ ഈ പറയപ്പെടുന്ന നേർവഴിക്ക് നടക്കാത്ത ഒരാളുടെ പേരിൽ അന്ന് പ്രതിഷേധമുയർത്തിയ സംഘടനയുടെ പേര് DYFI എന്നും CPM എന്നും CPI എന്നും AYF എന്നും ഒക്കെ തന്നെയാണ്, SFI എന്നും ഒക്കെ തന്നെയാണ്. പിന്നീട് ഇതിന്റെ പേരിൽ അയാൾക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഉമ്മൻചാണ്ടി രാജി എഴുതി വാങ്ങി. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് പ്രിയങ്കരനായ ആള് തന്നെയായിരുന്നു KV ഗണേഷ് കുമാർ, അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടത്തിയ വികസന പ്രവർത്തനത്തോളം മറ്റൊരു കാലത്തും വികസന പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ KM മാണി എഴുന്നേറ്റ് നിന്ന് പുതിയ താലൂക്കുകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ പത്തനാപുരമില്ല. ഗണേഷ് കുമാർ പതുക്കെ ഉമ്മൻചാണ്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി സങ്കടത്തോടുകൂടി ഒരു വെള്ളപ്പേപ്പർ, ഒരു തുണ്ട് കടലാസ് എടുത്ത് മുട്ടിൽ വെച്ച് എഴുതി പത്തനാപുരം താലൂക്ക് എന്ന് എഴുതി അത് KM മാണിയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തു. KM മാണി നിയമസഭയിൽ പത്തനാപുരം താലൂക്ക് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് പത്തനാപുരം താലൂക്ക് ഉണ്ടാവുന്നത്.